ഇതൊരു പരീക്ഷാ കാലഘട്ടമാണ്. ഒരുപാട് ആളുകൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. മറ്റു ചിലർ എഴുതിയ പരീക്ഷയുടെ റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. എങ്ങനെയാണെങ്കിലും പരീക്ഷ എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ ഒരു വല്ലാത്ത പേടിയാണ്, വിഭ്രാന്തിയാണ്. പരീക്ഷയിൽ തോറ്റാലും ജയിച്ചാലും ആ തോൽവിയും ജയവും നമ്മുടെ ജീവിതത്തിന്റെ നിർണായക ഘട്ടമായിട്ടാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള പരീക്ഷകളിൽ തോറ്റുപോയിട്ടുള്ള എത്രയോ വലിയ വലിയ ആളുകളുടെ ചരിത്രവും കഥകളും നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ വിജയിച്ചവരുടെ പിന്നിൽ മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പരീക്ഷ എന്ന് പറയുന്നത് വെറും പരിശോധന മാത്രമാണ്. അതുകൊണ്ടൊരിക്കലും നമ്മുടെ ജീവിതത്തിന്റെ വിലയെ നിർണയിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പരീക്ഷയിൽ നിങ്ങൾ നന്നായി പഠിച്ച് പാസ്സാകാൻ വേണ്ടി തന്നെ അധ്വാനിച്ച് പഠിക്കണം. എന്നാൽ അതിൽ നിങ്ങൾക്ക് വല്ല പോരായ്മകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടി എല്ലാം അവസാനിച്ചു തീർന്നു എന്ന് ചിന്തിക്കാതെ ഇനിയും മുമ്പോട്ടുള്ള പല വഴികൾ ജീവിതത്തിന് വേണ്ടി ഈ ലോകത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിൽ നിന്റെ വഴി ഏതാണ് എന്ന് നീ സ്വയം കണ്ടുപിടിച്ച് ആ വഴിയിലൂടെ സഞ്ചരിക്കുക. പരീക്ഷയിൽ മാത്രം നമ്മുടെ ജീവിതം ഒതുക്കിയിട്ട് അതിലൂടെ വിജയവും പരാജയവും നിർണയിക്കാതെ പുതിയ പുതിയ മേഖലകളെ തേടിപ്പോയിക്കൊണ്ടേയിരിക്കുക.